LPST ഉദ്യോഗാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച യുവമോർച്ച നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിനെതിരെ പോലീസ് അതിക്രമം. പ്രകോപനമില്ലാതെ തന്നെ പ്രവർത്തകർക്കെതിരെ 4 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. നിരവധി യുവമോർച്ച പ്രവർത്തകർക്ക് പരിക്കേറ്റു. വിവരങ്ങളുമായി വിനീഷ് സംഭവസ്ഥലത്തു നിന്നും ചേരുകയാണ്. വിനീഷ്, ഇന്ന് നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ടത് അത്യധികം വേദനാജനകമായ മണ്ണ് വാരി തിന്നുന്ന, പുല്ല് തിന്നുന്ന ഉദ്യോഗാർത്ഥികളുള്ള നാടായി നമ്മുടെ കേരളം മാറി. ഇവരെയൊക്കെ പുല്ല് തിന്നേണ്ടി വരുന്ന സർക്കാരിന്റെ ഗതികേട് കൂടിയാണ്. എന്തായാലും ഇതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രതിഷേധിച്ചവരെ അടിച്ചമർത്തുന്ന ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണും. നിരവധി പേർക്ക് പരിക്കേറ്റു. ഇന്ന് എന്താണ് സെക്രട്ടേറിയറ്റിന് മുൻപിൽ സംഭവിച്ചത്? തീർച്ചയായിട്ടും അശ്വതി, നിരവധി ദിവസമായി അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി PSC റാങ്ക് ഹോൾഡേഴ്സ് വിഷയത്തിൽ സജീവമായുള്ള പ്രതിഷേധ പരിപാടികളുമായാണ് യുവമോർച്ച സമരരംഗത്ത് സജീവമാകുന്നത്. പ്രത്യേകിച്ച് യുവമോർച്ചയെ സംബന്ധിച്ചിടത്തോളം PSC റാങ്ക് ഹോൾഡേഴ്സുമായി സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാകണം, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ ഉടനെ തന്നെ നടപടി സ്വീകരിക്കണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രതിഷേധ സമരവുമായി യുവമോർച്ച രംഗത്തെത്തിയിരിക്കുന്നത്. ഇന്ന് നടത്തിയ പ്രതിഷേധ മാർച്ചിന് നേരെ പോലീസ് ഏകപക്ഷീയമായ ഒരു നടപടി തന്നെയാണ് സ്വീകരിച്ചത് എന്ന കാര്യത്തിൽ സംശയമില്ല. അല്പസമയം മുമ്പ് സെക്രട്ടേറിയറ്റ് മുന്നിലെ സമരഗേറ്റിലേക്ക് എത്തിയ യുവമോർച്ച പ്രവർത്തകർക്ക് നേരെ വലിയ രീതിയിൽ ഏകപക്ഷീയമായ രീതിയിലൊരു അക്രമമായിരുന്നു പോലീസ് അഴിച്ചുവിട്ടത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിച്ചത് യുവമോർച്ച പ്രവർത്തകരെ കമ്പുകൊണ്ട്, ലാത്തി കൊണ്ട് സമരം ചെയ്യുന്ന പ്രവർത്തകരെ പോലീസ് കുത്തുന്നു, ഒപ്പം തന്നെ അടിക്കുന്നു. അങ്ങനെയുള്ള ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പക്ഷേ ആ ഘട്ടത്തിൽ പോലും പോലീസ് സമാധാനപരമായി യുവമോർച്ച പ്രവർത്തകർ സമരം ചെയ്യുമ്പോഴും പ്രതിഷേധിക്കുമ്പോഴും യുവമോർച്ച പ്രവർത്തകർക്ക് നേരെ ഏകപക്ഷീയമായി ജലപീരങ്കി പ്രയോഗവും നടത്തുന്ന കാഴ്ച കാണാൻ സാധിച്ചു. എന്തായിരുന്നാലും വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി തന്നെയാണ് യുവമോർച്ച രംഗത്തെത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് PSC റാങ്ക് ഹോൾഡേഴ്സിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പ്രത്യേകിച്ച് സർക്കാർ തയ്യാറാകാത്ത സാഹചര്യത്തിൽ ഇനിയും ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് യുവമോർച്ച പ്രവർത്തകർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. നിലവിൽ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ഇപ്പോഴും ഈ സമരഗേറ്റിന് മുന്നിൽ നിന്ന് പ്രവർത്തകരാരും പിരിഞ്ഞു പോയിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് നിരവധി പ്രവർത്തകർ ഇപ്പോഴും തമ്പടിച്ച് നിൽക്കുകയാണ്. പോലീസും ജാഗരൂപരായി നിൽക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേസമയം തന്നെ യുവമോർച്ചയുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യാനെത്തിയ, പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്യാനെത്തിയ കഴക്കൂട്ടം MLA V മുരളീധരൻ സമരപന്തലിലെത്തി PSC റാങ്ക് ഹോൾഡേഴ്സ് അവർ സമരം നടത്തുന്ന ആ അനിശ്ചിതകാല സമരപന്തലിലേക്ക് എത്തി അവരെ ആശ്വസിപ്പിക്കുകയും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നിയമസഭയിൽ തന്നെ ഈ വിഷയം ഉടനെ ഉയർത്തുമെന്ന ഒരു കൃത്യമായ ഒരു അവർക്ക് ആശ്വാസകരമാകുന്ന ഒരു പ്രഖ്യാപനവും V മുരളീധരൻ നടത്തിയിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ V മുരളീധരൻ രൂക്ഷമായ ഭാഷയിലാണ് VD സതീശൻ സർക്കാരിനെ വിമർശിച്ചിരിക്കുന്നത്. നേരത്തെ പ്രതിപക്ഷത്തായിരുന്നപ്പോൾ ജനാധിപത്യപരമായി സമരം ചെയ്യുന്നവരോട് കൃത്യമായ രീതിയിൽ ചർച്ച നടത്താനുള്ള ജനാധിപത്യ മര്യാദ പിണറായി സർക്കാർ കാണിക്കണമെന്ന് വാഗ്വാദം പറഞ്ഞ VD സതീശൻ സർക്കാർ ഇപ്പോൾ അധികാരത്തിലെത്തുമ്പോൾ അത്തരം വിഷയങ്ങളിൽ കൃത്യമായി ഇടപെടുന്നില്ല, PSC റാങ്ക് ഹോൾഡേഴ്സുമായി ചർച്ച നടത്തുന്നില്ല. അങ്ങനെ അവരുടെ വിഷയങ്ങൾ പോലും ഗൗരവമായി പ്രത്യേകിച്ച് VD സതീശൻ സർക്കാർ നടത്തുന്നില്ല എന്ന ഒരു ആക്ഷേപം തന്നെയാണ് ഉയർത്തുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായിരുന്നാലും നമ്മോടൊപ്പം യുവമോർച്ച സംസ്ഥാന അധ്യക്ഷനും ഒപ്പം തന്നെ BJP നേതാവും കൂടിയായ ഗോകുൽ ചേരുകയാണ്, വിവേക് ഗോപൻ ചേരുകയാണ്. എന്തായിരുന്നാലും വിവേക് ഗോപൻ, നിലവിൽ വലിയ പ്രതിഷേധം യുവമോർച്ച കഴിഞ്ഞ കുറച്ച് ദിവസമായി നടത്തുകയാണ്. ആ ഘട്ടത്തിൽ നമുക്ക് യുവമോർച്ചയുടെ സമരത്തെ പോലീസ് മുഖവിലേക്ക് കിടക്കുന്നില്ല എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. പ്രത്യേകിച്ച് ഏകപക്ഷീയമായി യുവമോർച്ച പ്രവർത്തകർക്ക് നേരെ അക്രമം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അടിച്ചു. ഇന്നത്തെ ഈ ഒരു സമരം നോക്കുമ്പോൾ പോലും കാണാൻ സാധിക്കുന്ന അത്തരത്തിലാണ്. എന്താണ് പറയാനുള്ളത്? ഇത് ഇനി വരും ദിവസങ്ങളിൽ ഈ സമരം വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകും. അതുപോലെ ഇവർക്ക് കിട്ടേണ്ട നീതിയും ന്യായവും നടപ്പിലാക്കുന്നത് വരെ വളരെ ശക്തമായിട്ടുള്ള രീതി, ഇവരെ കണ്ട രീതിയിലല്ല, ഇനിയും വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമെന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ ഇതിൽ എനിക്ക് പറയേണ്ട ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ നമ്മൾ സാംസ്കാരിക നേതാക്കന്മാരും കൂടെ പങ്കെടുത്ത് ഈ ഒരു സമരം വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഈ സാംസ്കാരികത്തിൽ മുന്നിൽ നിൽക്കുന്ന പ്രമുഖരായിട്ടുള്ള ആൾക്കാരും കൂടെ നമ്മളോടൊപ്പം ചേരണം എന്നുള്ളതാണ്. കാരണം വളരെ ന്യായമായിട്ടുള്ള ഒരു കാര്യത്തിന്, അവകാശത്തിന് വേണ്ടിയിട്ടുള്ള സമരമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതുപോലുള്ള ആൾക്കാരും കൂടെ വന്ന് ഈ സമരം ശക്തമാക്കി ഇത് ശ്രദ്ധയിൽപ്പെടുത്തേണ്ടവർ ഇനിയും കണ്ണു തുറന്നില്ല എന്നുണ്ടെങ്കിൽ, ഇത്രയും ദിവസങ്ങളായിട്ട് പോലും ഒരു കണ്ണു തുറക്കാതെ 10 ദിവസമായിട്ട് നിരാഹാരം ഒരു വനിത കിടക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ അറിയിക്കുന്ന ആൾക്കാരിലേക്ക് അറിയിക്കുന്ന കാര്യങ്ങൾ എത്തണം ഇനിയെങ്കിലും. ഇപ്പോൾ കേരളം മാറണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള സമരങ്ങൾ, നീതി ന്യായത്തിന് വേണ്ടിയുള്ള സമരങ്ങൾ വളരെ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകണം. ഇപ്പോൾ യുവമോർച്ചയുടെ ഭാഗമായിട്ടും ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗമായിട്ടും വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ തന്നെ ഇനി സമരങ്ങൾ മുന്നോട്ട് പോകാനുള്ള തീരുമാനമാണ്. തീർച്ചയായിട്ടും ഈ ഒരു സമരം പ്രത്യേകിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസമായി സെക്രട്ടേറിയറ്റ് യുദ്ധക്കളമാകുന്ന ഒരു സാഹചര്യമാണ് പ്രത്യേകിച്ച് ഈ സമരഗേറ്റ് മുന്നിൽ കാണാൻ സാധിക്കുന്നത്. ആ ഘട്ടത്തിൽ പോലും സർക്കാർ ഒരു ചർച്ചയ്ക്ക് തയ്യാറാകുന്നില്ല. PSC റാങ്ക് ഹോൾഡേഴ്സ് അനിശ്ചിതകാലമായി കുറേ കാലമായി സമരം നടത്തുകയാണ്. ആ ഘട്ടത്തിൽ ഇപ്പോഴും സർക്കാർ അവരെ മുഖവിലേക്ക് എടുക്കാത്ത സാഹചര്യമാണ്.
ഇപ്പോൾ വി മുരളീധരൻ അടക്കമുള്ള എം എൽ എ സന്ദർശിക്കുന്നു. അവരുടെ പ്രശ്നങ്ങൾ നിയമസഭയിലേക്കൊക്കെ ചർച്ചയാക്കുമെന്ന് പറയുന്നു. അപ്പോഴും നേരത്തെ വി ഡി സതീശൻ സർക്കാർ പല ഘട്ടങ്ങളിൽ ഉന്നയിച്ചിരുന്നത് ജനാധിപത്യപരമായി സമരം ചെയ്യുന്നവരുടെ വാക്കുകൾ കേൾക്കണമെന്ന ഒരു നിലപാടായിരുന്നു. അത് തെരഞ്ഞെടുപ്പിന് മുമ്പ് വി ഡി സതീശൻ വ്യക്തമാക്കിയതായിരുന്നു പ്രതിപക്ഷത്ത് ഇരുന്ന സമയത്ത്. പക്ഷേ അത്തരം ആ ഒരു വാഗ്ദാനങ്ങൾ ഇപ്പോൾ പാലിക്കപ്പെടുന്നില്ല എന്നതല്ലേ യാഥാർത്ഥ്യം? തീർച്ചയായിട്ടും. കാരണം അതുപോലുള്ള വാക്കുകൾ ഒരുപാട് പാലിക്കപ്പെടാത്തതുണ്ട്. നമ്മൾ ഇപ്പോൾ മറ്റേ വാഹന മോഡിഫിക്കേഷൻ്റെ കാര്യമായിട്ട് തന്നെ ഈ പല കാര്യങ്ങളും പറയുന്നത് അദ്ദേഹം ഓർക്കുന്നില്ല. ഇനി എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഓർക്കാണ്ടും നമ്മുടെ നാടിൻ്റെ മുഖ്യമന്ത്രിയാണ്. അപ്പം പല കാര്യങ്ങളും അദ്ദേഹം പറയുന്നത് പിന്നീട് അത് പ്രാവർത്തികത്തിൽ കൊണ്ടുവരുന്നില്ല എന്നുള്ളതാണ് അക്ഷരാർത്ഥത്തിൽ നമുക്ക് ഈ ഒരു സമരത്തോടു കൂടി തന്നെ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇത് ഇനിയെങ്കിലും നമ്മുടെ നാട് മാറണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ പല കാര്യങ്ങളും നടപ്പിലാക്കണം. അത് നീതിയും ന്യായമായിട്ട് ലഭിക്കേണ്ട കാര്യങ്ങൾ ആർക്കാണോ അത് അംഗീകരിച്ച് മുന്നോട്ട് നടപ്പിലാക്കേണ്ടത് കൂടിയാണ്. അപ്പോൾ വളരെ സംസ്ഥാനത്ത് ഇപ്പം നടക്കുന്നത് വാഗ്ദാനങ്ങൾ മാത്രമാണ്, പ്രവൃത്തിയിൽ അത് പ്രായോഗിക തലത്തിൽ വരുന്നില്ല എന്നതാണോ? അത് കഴിഞ്ഞ 10-40 വർഷക്കാലത്തോളം നമ്മൾ ഭരിച്ച സർക്കാർ ആരെ എടുത്തു നോക്കിയാലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. കാരണം ഇവരെല്ലാം ഈ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അവർ പല കാര്യങ്ങളും നമുക്ക് വാഗ്ദാനത്തിലൂടെ കൊടുക്കും, പക്ഷെ ഒന്നും പ്രാവർത്തികത്തിൽ കൊണ്ടുവരുന്നില്ല എന്നുള്ളത് കഴിഞ്ഞ 10-40 വർഷക്കാലത്തോളം നമ്മുടെ കേരളം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദുരിതമാണ്. ഇനിയെങ്കിലും അതിനൊരു മാറ്റം കൊണ്ടുവരണം. അപ്പോൾ അത് ഈ ഒരു സർക്കാർ ഇപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ. അത് അവർ വേണ്ട രീതിയിൽ കാര്യങ്ങൾ പരിഗണിച്ച് ഇതിലൊരു മാറ്റം കൊണ്ടുവരാൻ ശ്രമിച്ചില്ല എന്നുണ്ടെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ രീതിയിൽ നിന്ന് വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ തന്നെ എതിർപ്പുകൾ ഉണ്ടാവും.